SpaceX നൽകുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഇപ്പോൾ റിക്കവറി കപ്പലിലേക്ക് ഇവരെ മാറ്റിയതിനു ശേഷം ഹെലികോപ്റ്റർ മാർഗം കാലിഫോർണിയയിലെ തന്നെ ഒരു ആശുപത്രിയിലേക്കായിരിക്കും ആദ്യം കൊണ്ടുപോവുക. അത് കഴിഞ്ഞിട്ടായിരിക്കും നാസയുടെ തന്നെ ഹൂസ്റ്റണിലുള്ള ജോൺസൺ സ്പേസ് സെന്ററിലേക്ക് കൊണ്ടുപോവുക. പോസ്റ്റ് ഫ്ലൈറ്റ് റീഹാബിലിറ്റേഷൻ അവിടെയായിരിക്കും. ഈ ജോൺസൺ സ്പേസ് സെന്ററിലായിരിക്കും ഈ പോസ്റ്റ് ഫ്ലൈറ്റ് റീഹാബിലിറ്റേഷൻ നടക്കുക. അതിൽ അവരുടെ നാസയുടെ തന്നെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് പെർഫോമൻസ് ടീമുണ്ട്. ആ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് പെർഫോമൻസ് ടീമായിരിക്കും പ്രധാനമായും 4 കാര്യങ്ങളായിരിക്കും പരിശോധിക്കുക. ഒന്ന്, ശാരീരിക ക്ഷമത തന്നെയാണ്. 2, ഇവരുടെ റിഫ്ലക്സ് ആക്ഷനുമായി ബന്ധപ്പെട്ടാണ്. 3, ഇവരുടെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾക്കൊന്നും പ്രശ്നമില്ലല്ലോ എന്ന് പരിശോധിക്കും. അതോടൊപ്പം തന്നെ 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ രോഗപ്രതിരോധ സംവിധാനങ്ങളിൽ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കും. ഈ 4 കാര്യങ്ങളും 7 ആഴ്ച നീണ്ട പ്രത്യേക നിരീക്ഷണത്തിൽ പരിശോധിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള റേഡിയേഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയായിരിക്കും ഒരുപക്ഷെ ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ നിന്നായിരിക്കും നാസയുടെ ഈ പറയുന്ന നാസ സെന്ററിലേക്ക്, ഹൂസ്റ്റണിലെ നാസ സെന്ററിലേക്ക് കൊണ്ടുപോകുക. എന്തായാലും നിലവിൽ ഇത്രയും 22.5 മണിക്കൂർ നീണ്ട അത്രയും ദൈർഘ്യമുള്ള ഒരു യാത്രയായിരുന്നു. 20 ദിവസം നീണ്ടു നിന്നൊരു ദൗത്യമായിരുന്നു. അതിന്റെ ആ ശുഭാൻശുവിന്റെ ആ ശുഭയാത്ര അത് ശുഭപര്യവസാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴും റിക്കവറി കപ്പൽ ഇനി ആ ക്രൂ മൊഡ്യൂൾ തുറന്ന് അതിൽ നിന്ന് ആളുകളെ, ഈ 4 യാത്രികരെയും, പെഗ്ഗിയെയും അതോടൊപ്പം തന്നെ ശുഭാൻശുവിനെയും ടിബോറിനെയും സ്ലാവോസിനെയും ഒക്കെ ഈ കപ്പലിലേക്ക് മാറ്റി ഇവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. 60 ശാസ്ത്രീയ ഗവേഷണങ്ങളാണ് 60 ശാസ്ത്രീയ ഗവേഷണങ്ങൾ നടത്തും. അതായിരുന്നു ലക്ഷ്യം. ആ ലക്ഷ്യം വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിട്ടാണ് ഈ ആക്സിയം ദൗത്യം 4 ടീമിന്റെ മടക്കം എന്ന് പറയുന്നത്. ഈ 60 ശാസ്ത്രീയ പരീക്ഷണങ്ങളിൽ 7 എണ്ണം ഇന്ത്യയുടെ ശാസ്ത്രീയ പരീക്ഷണങ്ങളായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ ശേഖരിച്ച ഡാറ്റകൾ നേരത്തെ നമ്മൾ ഇന്നലെ മുതൽ പറയുന്നുണ്ടായിരുന്നു. 263 കിലോ കാർഗോയുമായാണ് ഇവർ മടങ്ങിയിരിക്കുന്നത്. അതിൽ സ്വാഭാവികമായും നാസയുടെയും സ്പേസ് എക്സിന്റെയും ചില ഉപകരണങ്ങളുണ്ടാവും. അതിലപ്പുറം ചില സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഗവേഷണങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പിളുകളുണ്ട്. അത് പോരാതെ ഇവർ ഈ നടത്തിയ ഗവേഷണങ്ങളുടെയൊക്കെ ഡിജിറ്റൽ റെക്കോർഡിംഗും മടക്കി കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട And again, it's a little dark because it's very early morning, but you can see the little window on Dragon and the light. Little light inside there as the crew is patiently waiting recovery operations. It's a very different view that they're having outside that window than they had for their flight up and their flight home. Yes. But all the same, I'm sure that they're also glad to say, hey, we're home.